ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുവർണ. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പ് നാളെ. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ 354 തദ്ദേശ സ്ഥാപനങ്ങളിലെ 6867 വാർഡുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 89,74,993 വോട്ടർമാരാണ് അവസാനഘട്ടത്തിൽ വിധിയെഴുതുക. ആകെ 10,842 പോളിംഗ് ബൂത്തുകളാണ് 4 ജില്ലകളിലായി സജ്ജീകരിച്ചിരിക്കുന്നത്. പോളിംഗ് ബൂത്തുകളിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ഉറപ്പുവരുത്തണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വി. ഭാസ്കരൻ നിർദ്ദേശം നൽകി. 1105 പ്രശ്നബാധിത പോളിംഗ് ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ മാസം 8-ാം തീയതിയായിരുന്നു ഒന്നാംഘട്ട വോട്ടെടുപ്പ്. രണ്ടാംഘട്ട വോട്ടെടുപ്പ് 10-ാം തീയതി നടന്നു. ഒന്നാംഘട്ട വോട്ടെടുപ്പിൽ 73.12% പോളിംഗ്. രണ്ടാംഘട്ട വോട്ടെടുപ്പിൽ 76.78% പോളിംഗ് രേഖപ്പെടുത്തി. എല്ലാ ഘട്ടങ്ങളിലെയും വോട്ടെണ്ണൽ 16-ാം തീയതി ബുധനാഴ്ച നടക്കും. വോട്ടിംഗ് യന്ത്രത്തിലെ ബട്ടൺ അമർത്തുന്നതിന് പേനയോ മറ്റു വസ്തുക്കളോ ഉപയോഗിക്കരുതെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു. ഇത്തരത്തിൽ വോട്ട് രേഖപ്പെടുത്തുന്നില്ലെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പാക്കണം. ഈ രീതിയിൽ വോട്ട് ചെയ്യുന്നത് കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് നിർദ്ദേശം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നാളെ നടക്കുന്ന അവസാനഘട്ട തെരഞ്ഞെടുപ്പിന് മതിയായ സുരക്ഷ ഒരുക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചതായി സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ അറിയിച്ചു. ഇതിനായി 20,603 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിട്ടുള്ളത്. കൂടാതെ 616 ഹോംഗാർഡുമാരെയും 4,325 സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരെയും ഇത്തവണ ഡ്യൂട്ടിക്ക് നിയോഗിച്ചിട്ടുണ്ട്. പ്രശ്നബാധിതമായി കണക്കാക്കിയിട്ടുള്ള 2,911 ബൂത്തുകളിൽ പ്രത്യേക നിരീക്ഷണവും പട്രോളിംഗും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും സംസ്ഥാന പോലീസ് മേധാവി അറിയിച്ചു. ഏത് അത്യാവശ്യ ഘട്ടത്തിലും പോലീസ് സാന്നിധ്യം ഉറപ്പുവരുത്തുന്നതിന് പെട്രോൾ ടീമിനെയും ക്രമസമാധാന പാലന പെട്രോളിംഗ് ടീമിനെയും നിയോഗിച്ചിട്ടുണ്ട്. അതീവ പ്രശ്നബാധിത പ്രദേശങ്ങളിൽ 498ഓളം പിക്കറ്റ് പോസ്റ്റുകളുണ്ടാകും. സംസ്ഥാന പോലീസ് മേധാവി, ക്രമസമാധാന വിഭാഗം എഡിജിപി, സോൺ ഐജി എന്നിവരുടെ നിയന്ത്രണത്തിൽ 30 പ്ലാറ്റൂൺ പോലീസിനെ മൂന്നാംഘട്ട തെരഞ്ഞെടുപ്പിൽ പ്രത്യേകമായി നിയോഗിച്ചിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിലെ 20,922 വോട്ടർമാർ നാളെ പോളിംഗ് ബൂത്തിലെത്തും. പോളിംഗിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ. ഒ. ശശിധരൻ. 71 ഗ്രാമപഞ്ചായത്തുകളിലെ 1166 വാർഡുകളിലേക്കും 11 ബ്ലോക്ക് പഞ്ചായത്തുകളിലെ 149 ഡിവിഷനുകളിലേക്കും 8 നഗരസഭകളിലെ 289 വാർഡുകളിൽ 281 എണ്ണത്തിലേക്കും 23 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലേക്കും കോർപ്പറേഷനിലെ 55 ഡിവിഷനിലുമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് തില്ലങ്കേരി ഡിവിഷനിലെ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയുടെ മരണം മൂലം മാറ്റിവെച്ചിരുന്നു. ഇവിടെ ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ, ബ്ലോക്ക് ഡിവിഷനുകൾ എന്നിവിടങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് സാധാരണ പോലെ നടക്കും. ആന്തൂർ നഗരസഭയിൽ 6, തളിപ്പറമ്പിൽ 1, തലശ്ശേരി 1 എന്നീ 8 നഗരസഭാ വാർഡുകളിൽ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഇന്ന് വൈകിട്ടോടെ പൂർത്തിയായി. പ്രശ്നസാധ്യതയുള്ള 940 ബൂത്തുകളിൽ, കണക്ടിവിറ്റിയുള്ള 881 ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 500 ബൂത്തുകളിൽ വീഡിയോ റെക്കോർഡിംഗും നടക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പിന് മലപ്പുറം ജില്ലയും ഒരുങ്ങി. വിശദാംശങ്ങളുമായി ആകാശവാണി മലപ്പുറം ജില്ലാ പ്രതിനിധി എം. സുരേഷ് ബാബു. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വോട്ടർമാരും തദ്ദേശ സ്ഥാപനങ്ങളും സ്ഥാനാർത്ഥികളുമുള്ള മലപ്പുറത്ത് 3,975 ബൂത്തുകളും നാളെ രാവിലെ ആരംഭിക്കുന്ന പോളിംഗിന് പൂർണ്ണമായും സജ്ജമായി കഴിഞ്ഞു. 19,875 പോളിംഗ് ഉദ്യോഗസ്ഥരും 6,190 പോലീസ് ഉദ്യോഗസ്ഥരുമാണ് സുഗമമായ പോളിംഗിനായി ബൂത്തുകളിൽ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. 33,54,646 വോട്ടർമാരാണ് നാളെ തങ്ങളുടെ സമ്മതിദാനാവകാശം പ്രയോജനപ്പെടുത്തുക. 32 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകൾ, 15 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 12 മുനിസിപ്പാലിറ്റികൾ, 94 ഗ്രാമപഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളിലായി 1,778 വാർഡുകളും നഗരസഭകളിൽ 479 വാർഡുകളുമാണ് ജില്ലയിലുള്ളത്. പ്രചണ്ഡമായ പ്രചാരണ പ്രവർത്തനങ്ങൾക്കൊടുവിൽ ഇന്നത്തെ നിശബ്ദ പ്രചാരണം പരമാവധി വോട്ടുറപ്പിക്കാനുള്ള സുവർണ അവസരമായാണ് സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും കണ്ടത്. ഈ മാസം 16-ന് നടക്കുന്ന വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വി. ഭാസ്കരൻ അറിയിച്ചു. രാവിലെ 8-നാണ് വോട്ടെണ്ണൽ ആരംഭിക്കുന്നത്. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കുന്നുണ്ടെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ഉറപ്പാക്കണമെന്നും കമ്മീഷൻ നിർദ്ദേശം നൽകി. കോവിഡ് ബാധിതർക്ക് വിതരണം ചെയ്ത സ്പെഷ്യൽ തപാൽ വോട്ടുകൾ ഉൾപ്പെടെയുള്ള പോസ്റ്റൽ വോട്ടുകളാണ് ആദ്യം എണ്ണുക. ത്രിതല പഞ്ചായത്തുകളിലെ വോട്ടെണ്ണൽ ബ്ലോക്ക് തലത്തിലുള്ള വിതരണ സ്വീകരണ കേന്ദ്രങ്ങളിൽ നടക്കും. മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും അതാത് സ്ഥാപനങ്ങളുടെ വിതരണ സ്വീകരണ കേന്ദ്രങ്ങളിൽ വോട്ടെണ്ണും. ഗ്രാമപഞ്ചായത്തുകളിലെയും ബ്ലോക്ക് പഞ്ചായത്തുകളിലെയും ജില്ലാ പഞ്ചായത്തുകളിലെയും പോസ്റ്റൽ വോട്ടുകൾ അതാത് വരണാധികാരികളാണ് എണ്ണുക. സംസ്ഥാനത്താകെ 244 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണുള്ളത്.
തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം തത്സമയം ജനങ്ങളിലെത്തിക്കാൻ ട്രെൻഡ് വെബ്സൈറ്റ് സജ്ജമായി. ബുധനാഴ്ച നടക്കുന്ന വോട്ടെണ്ണലിന്റെ പുരോഗതി കൃത്യവും സമഗ്രവുമായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ട്രെൻഡ് വെബ്സൈറ്റിൽ തത്സമയം ലഭിക്കും. സംസ്ഥാനത്തെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളുടെയും ഫലം ജില്ലാ അടിസ്ഥാനത്തിൽ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നിങ്ങനെ തിരിച്ച് ഒറ്റനോട്ടത്തിൽ മനസ്സിലാകുന്ന വിധം സൈറ്റിൽ കാണാം. ഓരോ തദ്ദേശ സ്ഥാപനത്തിലെയും വോട്ടെണ്ണൽ നില വാർഡുകളിലെ പോളിംഗ് സ്റ്റേഷൻ അടിസ്ഥാനത്തിലും മനസ്സിലാക്കാം. നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെന്ററാണ് വെബ്സൈറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. മാധ്യമങ്ങൾക്ക് വിവരങ്ങൾ തത്സമയം ലഭ്യമാക്കുന്നതിനും ട്രെൻഡ് വെബ്സൈറ്റിൽ പ്രത്യേക സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തപാൽ ബാലറ്റുമായി ബന്ധപ്പെട്ട തപാൽ ഉരുപ്പടികളുടെ നീക്കം വേഗത്തിലാക്കണമെന്ന് തിരുവനന്തപുരം ജില്ലാ കളക്ടർ നവ്ജ്യോത് ഖോസ. ഇത് സംബന്ധിച്ച് കളക്ടർ ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറലിന് കത്തയച്ചു. ജില്ലയിൽ വോട്ടെടുപ്പ് നടന്ന ഡിസംബർ 8-ന് മുൻപ് തപാൽ വോട്ട് ചെയ്യാൻ അർഹതയുള്ള മുഴുവൻ വോട്ടർമാർക്കും അതത് റിട്ടേണിംഗ് ഓഫീസർമാർ ബാലറ്റ് പേപ്പറുകളും അനുബന്ധ രേഖകളും അയച്ചിട്ടുണ്ട്. എന്നാൽ ഇന്നലെ വരെ ഇത് പലർക്കും ലഭിച്ചിട്ടില്ലെന്ന് വിവിധ ഓഫീസുകളിൽ നിന്നും പരാതി ലഭിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് പോസ്റ്റൽ വോട്ടുമായി ബന്ധപ്പെട്ട തപാൽ ഉരുപ്പടികളുടെ നീക്കം വേഗത്തിലാക്കണമെന്ന് തപാൽ വകുപ്പിനോട് കളക്ടർ ആവശ്യപ്പെട്ടത്. സംസ്ഥാനത്ത് ഇന്ന് 4698 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചു. മലപ്പുറം 649, കോഴിക്കോട് 612, എറണാകുളം 509, തൃശൂർ 438, കോട്ടയം 416, പാലക്കാട് 307, കൊല്ലം 269, കണ്ണൂർ 267, തിരുവനന്തപുരം 254, വയനാട് 234, പത്തനംതിട്ട 229, ഇടുക്കി 222, ആലപ്പുഴ 218, കാസർഗോഡ് 74 എന്നിങ്ങനെയാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. 5258 പേർ രോഗമുക്തി നേടി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 46,375 സാമ്പിളുകൾ പരിശോധിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10.13%. 29 മരണം കോവിഡ്-19 മൂലമാണെന്ന് സ്ഥിരീകരിച്ചതോടെ ആകെ മരണം 2623 ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 4034 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 528 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 59,438 പേരാണ് ഇനി ചികിത്സയിലുള്ളത്. 6,07,119 പേർ ഇതുവരെ കോവിഡിൽ നിന്ന് മുക്തി നേടി. ഇന്ന് 4 പുതിയ ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. 5 പ്രദേശങ്ങളെ ഒഴിവാക്കി. ഇതോടെ ആകെ ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം 436 ശബരിമല സന്നിധാനത്ത് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ കോവിഡ് പരിശോധന ശക്തമാക്കി. കോവിഡ് വ്യാപനം കണ്ടെത്തിയതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു പരിശോധന. ദേവസ്വം ജീവനക്കാർ, കച്ചവട സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ തുടങ്ങി സന്നിധാനത്ത് ക്യാമ്പ് ചെയ്യുന്നവർക്കായാണ് ഇന്നലെ പരിശോധന നടത്തിയത്. പരിശോധനയിൽ 36 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇവരെ പമ്പയിലെത്തിച്ച് ജില്ലയിലെ വിവിധ കോവിഡ് പരിശോധനാ കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. വരും ദിവസങ്ങളിലും ക്യാമ്പുകൾ സംഘടിപ്പിക്കും. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 94.93% ഉയർന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 33,136 പേർ കൂടി രോഗമുക്തരായതോടെ ആകെ രോഗമുക്തരായവരുടെ എണ്ണം 93,57,464 നിലവിൽ 3,56,546 പേർ വിവിധ സംസ്ഥാനങ്ങളിലായി ചികിത്സയിലാണ്. ലോകത്ത് ഇതുവരെ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 7,22,00,000 കവിഞ്ഞു. ഇതിൽ 5 കോടിയിലധികം പേർ രോഗമുക്തി നേടി. 16 ലക്ഷത്തോളം പേരാണ് രോഗബാധയെ തുടർന്ന് മരിച്ചത്. 2 കോടിയോളം പേർ ചികിത്സയിൽ കഴിയുന്നു. ഗുരുവായൂർ നഗരസഭാ പരിധിയിൽ 9 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ നടത്തിയ RT-PCR പരിശോധനയിലാണ് തൈക്കാട് സോണിൽ 5 പേർക്കും അർബൻ സോണിൽ 3 പേർക്കും പൂക്കോട് സോണിൽ ഒരാൾക്കും രോഗം സ്ഥിരീകരിച്ചത്. കോവിഡ് നിയന്ത്രണങ്ങൾ ലംഘിച്ചതിന് സംസ്ഥാനത്തൊട്ടാകെ ഇന്ന് 730 പേർക്കെതിരെ കേസെടുത്തു. ഇന്ന് അറസ്റ്റിലായത് 278 പേരാണ്. 25 വാഹനങ്ങളും പിടിച്ചെടുത്തു. മാസ്ക് ധരിക്കാത്ത 1755 സംഭവങ്ങളാണ് സംസ്ഥാനത്ത് ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. ക്വാറന്റൈൻ ലംഘിച്ചതിന് ഒരു കേസും രജിസ്റ്റർ ചെയ്തു. കൊല്ലം ജില്ലയിൽ ഇന്ന് രോഗം സ്ഥിരീകരിച്ച 269 പേരിൽ 262 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. 347 പേർ ഇന്ന് രോഗമുക്തി നേടി. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് രോഗം സ്ഥിരീകരിച്ച 612 പേരിൽ 598 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. 686 പേർ ഇന്ന് രോഗമുക്തി നേടി. പ്രമുഖ കാർഷിക വിദഗ്ധനും കൃഷിവകുപ്പ് ഡയറക്ടറുമായിരുന്ന ആർ ഹേലി അന്തരിച്ചു. 87 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്ന് രാവിലെയായിരുന്നു അന്ത്യം. കൃഷിവകുപ്പ് മുൻ ഡയറക്ടറായിരുന്ന ഹേലിയാണ് മലയാളത്തിൽ ഫാം ജേർണലിസത്തിന് തുടക്കമിട്ടത്. ആകാശവാണിയിലെ വയലും വീടും, ദൂരദർശനിലെ നാട്ടിൻപുറം എന്നീ പരിപാടികൾക്ക് പിന്നിൽ ഹേലിയായിരുന്നു. ISL ഫുട്ബോളിൽ ഇന്നത്തെ 2ാം മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരു FCയുമായി ഏറ്റുമുട്ടുന്നു. 81 മിനിറ്റ് പിന്നിട്ടപ്പോൾ ബ്ലാസ്റ്റേഴ്സിനെതിരെ 2-4 ഗോളുകൾക്ക് ബംഗളൂരു മുന്നിലാണ്. നേരത്തെ നടന്ന നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC ചെന്നൈയിൻ FC മത്സരം സമനിലയിൽ കലാശിച്ചിരുന്നു.
പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AIRnews_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.